എന്റെ പൊന്നയ്യപ്പ, എന്റെ പൊന്നു സ്വാമിയെ, സ്വാമിക്കല്ലാതെ ഈ ക്ഷേത്രത്തിലല്ലാതെ ഇതുപോലൊരു കാഴ്ച കാണിക്കാൻ സാധിക്കുമോ? ഈ ഒരു ദിവസം ഈ അയ്യപ്പന്റെ സന്നിധിയിലല്ലാതെ ഇതുപോലൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്തൊരിടത്തും ഇതുപോലൊരു കാഴ്ച ഉണ്ടാവില്ല. ഭക്തി നിർഭരമായ ഭക്തിയല്ല, ഇത് അയ്യപ്പനോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ പൊന്നയ്യപ്പൻ എന്ന് വിളിച്ചുകൊണ്ട് ഓരോ ഭക്തന്മാരും കാത്തിരിക്കുന്നത്. സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിക്കാതെ നമുക്ക് ഇരിക്കാൻ സാധിക്കുമോ? ധർമ്മശാസ്താവിൽ ലയിച്ച യോഗപ്പൊരുളാണ് തിരുസന്നിധിയിൽ അവിടേക്ക് വരുന്നത്. സ്വന്തം പിതാവ് കൊടുത്തയക്കുന്ന ആ ആടയാഭരണങ്ങളാണ്, വില്ലാളി വീരനുള്ള ആയുധങ്ങളാണ്, ആഭരണങ്ങളാണ്, വാഹനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അണിഞ്ഞ് ഭഗവാനെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ തപസ്വി രൂപത്തിൽ നിന്ന് മാറി വില്ലാളി വീരനായി കാണാനുള്ള ഒരു അച്ഛൻ്റെ സ്വപ്നം, അച്ഛൻ്റെ ആഗ്രഹം, ആ ആഗ്രഹം പൂർത്തീകരണത്തെ നോക്കൂ. പന്തളത്ത് നിന്ന് തിരുവാഭരണം ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ പിതൃസ്ഥാനീയനായ പന്തളം രാജകുടുംബാംഗത്തിൽ ഒരു പ്രതിനിധി ആ തിരുവാഭരണത്തിന് അകമ്പടിയായിട്ടുണ്ട്. പക്ഷേ ആ തിരുവാഭരണം വലിയാനവട്ടത്തെത്തുമ്പോഴേക്കും ആ പ്രതിനിധി നേരെ ശബരിമല സന്നിധാനത്തേക്ക് വരില്ല. അദ്ദേഹം അതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ മകനാണ്, എഴുന്നേറ്റ് നിന്നു പോകും. അതുകൊണ്ട് പന്തളം രാജപ്രതിനിധി പമ്പയിലേക്ക് പോകും. പമ്പയിലെ അവരുടെ ആ വസതിയിൽ താമസിച്ച ശേഷം അതിനുശേഷം ഇനി നടയടയ്ക്കുന്ന മൂന്നാം ദിവസം മകരം 3-ന് തിരുസന്നിധിയിലേക്ക് എഴുന്നള്ളിയാൽ പോലും ശബരിമല സന്നിധിയിലേക്ക് പന്തളം രാജപ്രതിനിധി വരില്ല. നേരെ മാളികപ്പുറത്ത് അവിടെ പന്തളം രാജപ്രതിനിധിക്ക് പ്രത്യേക താമസ സൗകര്യമുണ്ട്. അവിടെയാണ് കഴിയുന്നത്. നടയടയ്ക്കുന്നതിന്റെ തലേ ദിവസം സന്നിധാനത്തേക്ക് വരും. അവിടെ അച്ഛനും മകനും മാത്രമാകും. മേൽശാന്തിയും തന്ത്രിയും ഒക്കെ വഴിമാറി കൊടുക്കും. അവിടെ അച്ഛനും മകനും തമ്മിൽ മുഖാമുഖം നിൽക്കും. ആ മുഖാമുഖം നിൽക്കുമ്പോൾ അവരെന്താണ് ആശയവിനിമയം, എന്താണ് ആ ഒരു ആശയവിനിമയം നടക്കുക? എത്രയോ തലമുറകളായ ആശയവിനിമയം നടക്കുന്നു. അതിനുശേഷം ഒരു കിഴി തന്ത്രിയെ മേൽശാന്തി ഏൽപ്പിക്കും രാജപ്രതിനിധി. ഇത് ഇനി അടുത്ത ഒരു വർഷം ഈ ക്ഷേത്ര നടത്തിപ്പിനുള്ള തുകയായിട്ട്, അതൊക്കെ പ്രതീകാത്മകമാണ്. ഇത് ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധമാണ്. അച്ഛൻ്റെ മകൻ, പ്രിയപ്പെട്ട മകൻ, ഈ എല്ലാ ആയോധന മുറകളും അറിയാവുന്ന മകൻ യുദ്ധം ജയിച്ച ശേഷം അവൻ യോഗിയായി മാറി. അവൻ യോഗനിദ്രയിലാണത് മഹാശാസ്താവിലാണ്. ആ ശാസ്താവിൽ ഈ കാനന ക്ഷേത്രത്തിൽ ഈ കാനന നടുവിൽ അവനിരിക്കുമ്പോൾ ആ അച്ഛൻ ഒന്നേ ചോദിച്ചുള്ളൂ, വർഷത്തിലൊരിക്കൽ നീ ജനിച്ച ആ ഉത്രം നക്ഷത്രത്തിൽ, നീ ജനിച്ച ആ മകര 1-ന്, ആ മകരവിളക്ക് മകരസംക്രമ സമയത്ത്, നിന്റെ അവതാരമുണ്ടായ മകരസംക്രമ സമയത്ത് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. പൊന്ന് ആഭരണങ്ങളുമായി, തിരുവാഭരണങ്ങളുമായി, തങ്കാഭരണങ്ങളാണ്. അതെല്ലാം അണിഞ്ഞു കഴിയുമ്പോൾ ഒരു കാഴ്ചയുണ്ട് കണ്ണ. അല്പസമയം മുമ്പ് മകരസംക്രമ സമയത്ത് നമ്മൾ ആ ഭഗവാനെ കണ്ടതാണ്. ആ കവളൊക്കെ ചാടി ആ ഉണ്ണി മുഖവുമായി ഒരു നേരിയത് തോളിലിട്ടുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. തലക്കെട്ടില്ല ഈ സമയത്ത്. പുഷ്പഹാരവും ചൂടി തോളിലൊരു നേരിയതാണ് ഇട്ടിരിക്കുന്നത്. തലക്കെട്ട് ഉച്ചപൂജയ്ക്കാണ്. മകരസംക്രമ പൂജയുടെ സമയത്ത് തോളിലാണ് ആ നേരിയത്. ആ ചിന്മുദ്രാങ്കിത കൈയുടെ മുകളിലാണ് ആ നേരിയത്. അതിനുശേഷം ഇനി നമ്മൾ കാണുന്നത് ആ ഭഗവാനെയല്ല. ഇനി ദീപാരാധന കഴിയുമ്പോൾ ഭഗവാനെയല്ല കാണുന്നത്. എന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന ഒരു മകനെയാണ്. എന്റെ പൊന്നുമകനെ, ഒരു തവണയെങ്കിലും ഞാൻ നിന്നെ പഴയ യോദ്ധാവായിട്ടൊന്ന് കണ്ടോട്ടെ. നീ എത്രയോ കാലം ഇവിടെ വരുന്ന നിന്റെ ഭക്തന്മാർക്ക് യോഗിയായി ദർശനം കൊടുക്കുന്നു. എന്റെ ഒരു ആഗ്രഹം എനിക്ക് എന്റെ മകനെ യോദ്ധാവായി കാണുക എന്നുള്ളതാണ്. യോഗിയാണെങ്കിൽ പോലും അച്ഛന്റെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അതേ 5 ദിവസമെങ്കിൽ 5 ദിവസം അച്ഛന് മകരം 1-ന് ഇവിടേക്ക് എത്തിയാൽ എന്നെ യോദ്ധാവായി കാണാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടേക്ക് ഈ ശാസ്താവിലേക്ക് വിലയം പ്രാപിച്ച ഒരു പൊന്നയ്യപ്പനാണ്. ഈ ധർമ്മശാസ്താവിന് മുന്നിലേക്ക് ശതകോടി ഭക്തന്മാരെത്തുന്നെങ്കിൽ, ശതകോടി ജനങ്ങളെത്തുന്നെങ്കിൽ, അവർക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണവും ഇല്ലാതെ ഇവരിവിടേക്ക് എത്തുന്നുവെങ്കിൽ അവർക്ക് ഭാഷയില്ല, സാമ്പത്തികത്തിന്റെ ഉച്ചനീതങ്ങളില്ല, വിദ്യാഭ്യാസത്തിന്റെ വ്യത്യാസങ്ങളില്ല. ഒരു വേഷം, ഒരു ഭാഷ, ഒരേ ചൈതന്യം, ഒരേ മുഖം. എല്ലാവർക്കും ഇവിടെ ഒരു ഭാഷയുണ്ട്. എല്ലാവർക്കും ഇവിടെ ഒരു ഭാഷയുണ്ട്. സ്വാമി ശരണം. പമ്പയിൽ കുളിച്ച് 18-ാം പടി കയറുന്നതിലേക്ക് വരാൻ വേണ്ടി പമ്പയിൽ കുളിച്ച് നീലിമല കയറുമ്പോൾ ആ നീലിമല തുടങ്ങുന്ന ഭാഗത്ത് ഒരു കർപ്പൂരം വെച്ച് കത്തിച്ചുകൊണ്ട് ഒരൊറ്റ വിളിയാണ്, സ്വാമിയെ ശരണമയ്യപ്പ. പിന്നെ അവൻ മുകളിൽ തിരുസന്നിധിയിലേക്ക് എത്തുന്നത് വരെ പരസ്പരം വിളിച്ചു കൊടുക്കുന്ന അയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ എന്ന് പറയുന്ന. പലപ്പോഴും നമ്മൾ നടന്ന് നീലിമല കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഗുരുസ്വാമിമാർ സ്വാമിയെ അയ്യപ്പോ, സ്വാമി അയ്യപ്പോ എന്ന് വിളിക്കും. ചിലപ്പോൾ ആ ഗുരുസ്വാമിമാർ മാറിപ്പോവും. ചിലപ്പോൾ ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ തെലങ്കാനയിൽ നിന്നോ വരുന്ന ഗുരുസ്വാമിമാരുടെ ശരണം വിളി കേട്ട് അവരുടെ കൂട്ടത്തിൽ കയറിപ്പോയ അനുഭവങ്ങളുണ്ട്. ഭാഷ മാറിപ്പോകും നമ്മളുടെയും. കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഗുരുസ്വാമി വിളിക്കുന്ന കീർത്തനം അല്ലെങ്കിൽ ശരണത്തിന് നമ്മൾ മറുശരണം ചൊല്ലിക്കൊണ്ടായിരിക്കും കയറുന്നത്. അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ആന്ധ്രയിൽ നിന്ന് വന്ന തെലുങ്ക് ഭാഷയിലുള്ള തമിഴ്നാട്ടിലെ സ്വാമി ഏ ഗുരുനാഥ അയ്യപ്പ, ഏങ്കൾ തോഴ അയ്യപ്പ, ഏണുകൾ തോഴ അയ്യപ്പ, സ്വാമിയെ അയ്യപ്പോ, സ്വാമിയെ അയ്യപ്പോ, നമ്മൾ വിളിച്ചു പോകും.
തെലുങ്ക് ഭാഷയിലുണ്ട്, കന്നഡ ഭാഷയിലുണ്ട്, ഹിന്ദിയിലുണ്ട്. ഇപ്പോൾ എവിടേക്ക് ഇപ്പം ഇന്ന് രാവിലെ ഇവിടെ അനൗൺസ്മെന്റ് കേൾക്കുന്നു, ഇലങ്കയിൽ നിന്ന് വന്ന അയ്യപ്പ സ്വാമി, ഇലങ്കയിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്. അത് ഇഷ്ടംപോലെ അയ്യപ്പ ഭക്തർ ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. എവിടൊക്കെ, ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് അയ്യപ്പ ഭക്തർ ഈ മകരസംക്രമ നാളിൽ ശബരീശ സന്നിധിയിൽ, ശബരിമലയിൽ, ഈ മാമലയിൽ, കാന്തമലയ്ക്ക് താഴെ ഈ താഴ്വാരത്തിൽ അയ്യപ്പ സ്വാമിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്.